ഓക്കെ. രമണ, എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങള്? ഓ എന്ത് പറയാണ, ഇങ്ങനെയൊക്കെ അങ്ങ് പോണ്. ആ തങ്കപ്പനെ കണ്ടിട്ട് 2-3 ദിവസം ആയല്ലോ. ആള് സ്ഥലത്തില്ലേ? ആള് രാവിലെ അലക്കിത്തേക്കാത്ത ഉടുപ്പിട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടു. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണല്ലേ തോന്നണത്? തോന്നലല്ല, സത്യമാണ്. ഇന്നലെ രാവിലെ അവര് തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. മിക്കവാറും അത് ഡൈവോഴ്സിലെ തീരൂ. ഉള്ളതാണാ? അവര് വക്കീലിനെ കണ്ട് കാര്യങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു. അണ്ണൻ നിങ്ങൾ അറിഞ്ഞ്? ഞാനിപ്പോ വക്കീലിനെ കണ്ടിട്ടല്ലേ വരുന്നത്. പിന്നെ നീ ഇത് വേറെ ആരോടും പറയല്ലേ. ഒന്ന് പറഞ്ഞ് ലെവലാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. രമണ, ഇത് നല്ല ചൂട്ടം തേച്ചതാ. നിങ്ങൾ ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇവിടുത്തെ സംഭവവികാസങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താ രമണ? ആ തങ്കപ്പനും പൊന്നമ്മയും തമ്മില് അടിച്ച് പിരിഞ്ഞ്. ആര്? ഗൾഫ്. ആ ഗൾഫ് തങ്കപ്പനോ? ഓ തന്നെ, തങ്കപ്പൻ തന്നെ. അവര് തമ്മിൽ നല്ല സ്നേഹത്തോടെയല്ലേ കഴിയുന്നത്? അയ്യോ ചേച്ചി, പുറത്തു നിന്ന് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നു. ഏതായാലും കാര്യങ്ങള് ഡൈവോഴ്സ് വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെയല്ല. പിന്നെങ്ങനെ? ഇങ്ങനെ മടക്കി തേക്കണം. ചേച്ചി വയ്ക്കോ, അതൊക്കെ ഞാൻ തേച്ച് കൊണ്ടുവരാം. പിന്നെ സാറേ. എന്താ രമണ? നമ്മുടെ ആ എക്സ് ഗൾഫില്ലേ തങ്കപ്പ സാറ്, പുള്ളിക്കാരൻ ഡൈവോഴ്സായി. ആയില്ല, ആവും. തേച്ച് നീ ആൾക്കാരെയും കൂടെ തേച്ച് വടിയാക്കൂല്ലോ രമണ. സാറേ, ഞാൻ പറഞ്ഞത് സത്യവാ. നോട്ടീസ് അയക്കാനുള്ള ഏർപ്പാടൊക്കെ ആയി കഴിഞ്ഞു. അയ്യോ പാവം. എന്തോന്ന് പാവം ചേച്ചി, ചേരേണ്ടത് തമ്മിലേ ചേരാവൂ. ആ തങ്കപ്പ സാറിനെ കണ്ടപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ രണ്ടാളെയും കണ്ടുപിടിക്കാൻ. ഭാര്യാഭർത്താക്കന്മാരായാൽ ഇങ്ങനെയായിരിക്കണം. സായിപ്പന്മാര് പറയാറുണ്ട്, ഒരു വിവാഹിതൻ 3 റിംഗ് അണിയുമെന്ന്. 3 റിംഗ് അണിയുമെന്ന്, 3 മോതിരം അണിയുമെന്ന്. ഒന്ന് എൻഗേജ്മെന്റ് റിംഗ്, രണ്ടാമത്തത് വെഡിങ് റിംഗ്, മൂന്നാമത്തത് സഫർ റിംഗ്. സംഭവം സായിപ്പാണ് പറഞ്ഞതെങ്കിൽ സംഗതി അച്ചട്ടാണ്. പിന്നെ അവരാ സഫറിങ്ങിനെ നികത്താൻ വേണ്ടി ഒരു ഉപാധിയും വെച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഐക്യമില്ലെങ്കിൽ അപ്പോഴേ സംഗതി ഗുഡ് ബൈ അല്ലേ. സ്ത്രീയുടെ കഴുത്തിൽ പുരുഷൻ അണിയിക്കുന്നതേ താലിച്ചരടല്ല, ചങ്ങലയാ ചങ്ങല. പെണ്ണിനെ ആജീവനാന്ത അടിമയാക്കി വെക്കാനുള്ള ചങ്ങല. നീ അവിടെ ഒന്ന് നിന്നേ. നിന്റെ പെണ്ണും പിള്ള പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നീയോ അവക്ക് സപ്പോർട്ട് ചെയ്യണ്ട. അതല്ലെന്ന് പറയുന്നതിൽ നിനക്ക് വിഷമം തോന്നുന്നു. മണിയെ തല പോയാലും ശരി, ഉള്ളതുപോലെ വിളിച്ചങ്ങ് പറയും. നീ വിളിച്ചു പറയടാ. അതെ, ഈ താലിച്ചരടെന്ന് പറയുന്നത് സ്ത്രീകളെ ബന്ധനത്തിടാനുള്ള ഉപാധിയാണ്. കേട്ടോ മണിയാ, എന്ത്? കല്യാണ ദിവസം പുരുഷൻ ചിരിക്കും, പെണ്ണ് കരയും. അതേക്കുറിച്ച് അറിയാവോ? പുരുഷന്റെ അവസാനത്തെ ചിരിയായിരിക്കും അത്. പെണ്ണിന്റെ ഒടുക്കത്തെ കരച്ചില്. പോണില്ല. പ്രശ്നം ഉണ്ടാക്കല്ലേ. അല്ലേ, നിങ്ങൾ അഡ്വക്കേറ്റിനെ കാണാൻ പോയില്ലേ? എങ്ങനെയെങ്കിലും ആവട്ടെ, ഇപ്പൊ അറിഞ്ഞു. എന്റെ സഹോദരങ്ങളെ, നിങ്ങളെക്കാൾ 2-3 ഓണം കൂടുതൽ ഉണ്ടാവനാ ഞാൻ. അതിന്റെ അനുഭവത്തിൽ പറയുക, മനുഷ്യന് ആദ്യം വേണ്ടത് ക്ഷമയാ. എന്തോന്ന്? അതാ ഞാനും പറയുന്നത്. നീ പറയണ്ട. പറഞ്ഞു തരുന്നില്ല. വെട്ടൊന്ന് മുറി 2 പറഞ്ഞു തന്നാൽ മുറിയാനേ നേരം കാണൂ. കുഞ്ഞുങ്ങളെ, നല്ലൊരു മാതൃകയെ കണ്ടാൽ നമ്മളും ആ മാതൃകയെ അനുകരിക്കാൻ നോക്കണം. മുൻപ് ഗാന്ധിജി ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയക്കാർക്ക് മാതൃകയായി. MGR സിനിമാക്കാർക്ക് മാതൃകയായി. ടോൾസ്റ്റോയ് കാളിദാസനും മറ്റെഴുത്തുകാർക്കും മാതൃകയായി. അതുപോലെ ദാമ്പത്യത്തിന് ഒരു മാതൃക. നിങ്ങൾ ആ മാതൃകകളെ ഒന്ന് കാണണം, കണ്ട് പരിചയപ്പെടണം. എന്നിട്ട് സ്വയം മനസ്സ് ശുദ്ധീകരിക്കണം. എന്റെ അശോക സാറേ, നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. എന്തോന്ന് മാതൃകാ ദമ്പതികളാ? അതൊക്കെ വംശനാശം സംഭവിച്ച സ്പീഷീസുകളാ. അങ്ങനെ ഒരു മണിയാ, വിവാഹം ഭൂമിയിൽ ഇല്ലെന്നാണോ? മോനെ, അവിവേകം പറഞ്ഞു പഠിക്കരുത്. മാതൃകാ ദമ്പതികൾ ഇന്നും ഈ ഭൂമിയിലുണ്ട്. ആരാണ് അവര്? ഞാനും എന്റെ മായയും. ഞാനും മായയും മാതൃകാ ദമ്പതികളാണ്. ഞങ്ങളുടെ അഭിപ്രായ ഐക്യം, സ്നേഹം, ആത്മാർത്ഥ, ഉദാരത, അതൊക്കെ നിങ്ങൾ നേരിൽ കണ്ടു നോക്കണം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അല്ല, അതിപ്പോ അതെ, ഇനി മറ്റൊരു ദിവസത്തേക്ക് നീട്ടി വെക്കണ്ട. നിർബന്ധമാണെങ്കിൽ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. വണ്ടി കയറി. ഇരി.
അങ്ങോട്ട് നീ നീങ്ങി. കേറ് പൊന്നു. നല്ലല്ലേ വേഗം ഇരിക്കാൻ വണ്ടി വിട്ടു. അങ്ങനെ ഒരു മാതൃകാ ദമ്പതികളുടെ ഒന്ന് കാണണമല്ലോ. ആഹാ. അയ്യോ ആരൊക്കെ ഇത് കേറി വരൂ. ഈ അശോകേട്ടൻ്റെ ഒരു കാര്യം മണി എത്രയെന്ന വിചാരം പറഞ്ഞിട്ടില്ലേ ഏട്ടൻ പുറത്തു പോകുമ്പോ എന്റെ നെഞ്ചി പെടപെടാന്ന് അടിച്ചു കൊടുക്കുന്നു. കൃത്യ സമയത്ത് വീട്ടിൽ വരണ്ടേ? വരാം ആയുസേ വരാം. നിന്നെ പോലൊരു സ്നേഹസമ്പന്ന ഭർത്താവിനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാന്ന് പറയുന്നതിന് ഒരു പുണ്യമല്ലേ? അശോകേട്ടൻ അയ്യോ നമ്മൾ നമ്മുടെ കാര്യം പറയുന്നതിനിടയ്ക്ക് അതിഥികളെ കുറിച്ച് മറന്നു. അശോ വരൂ, അതിഥി വരൂ, ഒന്നിച്ച് വരൂ. നിങ്ങൾ ഇരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് നന്നായി. വാമണിയ ആ കണ്ടോ, ഞാനൊന്ന് പുറത്തേക്ക് പോകുമ്പോ അവളുടെ മനസ്സിന്റെ വേവലാതി കണ്ടോ? തിരിച്ചു വന്നു കഴിയുമ്പോ ഞങ്ങളുടെ സ്നേഹബന്ധം ദൃഢമാവുന്നത് കണ്ടോ? ഇതാണ് പറയുന്നത് സ്വരൂപ്. ഭാര്യയും ഭർത്താവും ദേഹം കൊണ്ട് രണ്ടാണെങ്കിലും ഞങ്ങൾ ആത്മാവ് കൊണ്ട് ഒന്നാണ്. ഞങ്ങൾക്കുള്ള അഭിപ്രായം ഒറ്റ അഭിപ്രായമാണ്. ആണോ? കാണണോ? ഇപ്പൊ കാണണോ? ചായ കുടിക്കേ. വേണ്ടായിരുന്നു. സ്നേഹത്തോടുകൂടി ഒരു ചായ തരുമ്പോ വേണ്ടതാ. നിനക്ക് വേണ്ടെങ്കിൽ നീ കുടിക്കണ്ട, ഞങ്ങൾക്ക് വേണം. ഓ തുടങ്ങിയല്ല വീണ്ടും. ഞാൻ പറഞ്ഞില്ലേ, അഭിപ്രായ സമന്വയം വേണം. ആ, ആ, ആ. ഏത് വലിയ ഇഷ്യൂലും എനിക്കും മായയ്ക്കും ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. ആ, അതാണ്. ഫോർ എക്സാമ്പിൾ, ഇറാഖിൽ അമേരിക്ക കാണിച്ച നടപടി അങ്ങേയറ്റം മോശമായിപ്പോയി അല്ലേ മായേ? പിന്നെ ചേട്ടൻ പറഞ്ഞ വളരെ ശരിയാ. പുഷിനെ വല്ലാത്ത എടുത്തു ചേട്ടോ. കണ്ടോ? അടുത്ത 5 വർഷത്തിനുള്ളിൽ ചൈനയായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തി. അശോകേട്ടൻ പറഞ്ഞതേ വളരെ വളരെ ശരിയാ. ഈ അമേരിക്കയും റഷ്യയും ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ചൈനയെ കണ്ട് നാണിക്കണം. ആ, 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 ആ. അതുപോലെ അശോകേട്ടാ, ഈ എത്യോപ്യയിലെ പട്ടിണി അത് ഇത്ര കടുപ്പല്ലേ? മായയുടെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം. എത്യോപ്യയിലെ പട്ടിണി അത് കുറച്ച് കടുപ്പം. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനൊന്ന് അകത്തേക്ക് ചെല്ലട്ടെ. കണ്ടോ കണ്ടോ, ഞങ്ങളുടെ സഹകരണം കണ്ടോ? ഭാര്യ പറയുന്നത് ഭർത്താവ് അംഗീകരിക്കുന്നു, ഭർത്താവിന്റെ അഭിപ്രായം ഭാര്യ ശരിവയ്ക്കുന്നു. സത്യം, ആനന്ദത്തിന്റെ ഒരു ആന്തോളനം ഞാൻ ഇവിടെ കാണുന്നു. അശോകേട്ടാ, എന്തോ ഞാൻ ഇതാ വരുന്നേ. എന്തോ ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി വിളിക്കുക. സാറല്ലേ കണ്ടുപടി പറയുമായു. ദേ അവരിരുന്നോണ്ട് മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാ. എനിക്കിന്ന് വീട്ടിൽ പോണം. അച്ഛൻ ഇന്നലെ കൂടെ വിളിച്ചതാ. പിന്നെ ചെന്നാൽ അവിടെ പുഴുങ്ങി വെച്ചിരിക്കില്ല ആനമുട്ട. എടി നോക്ക്, മോളെയും മരുമോനെയും കാണണമെങ്കിലേ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഇങ്ങോട്ടാ വരേണ്ടത്. അതും കയ്യിൽ കുറെ സമ്മാനങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ട്. അവര് വരും. അവരാലോചിച്ച് നടത്തിയ കല്യാണമായിരിക്കണം. അങ്ങനെയുള്ള മരുമനെ കാണാൻ അവര് വരും. അല്ലാതെ ഇങ്ങനെ പ്രേമിച്ച് കിട്ടിയ എന്താ എനിക്കൊരു കുറവ്? ദാണ്ടു വന്നല്ലോ. അയ്യോ, എന്തൊരു ഐക്യം. ഞാൻ തോറ്റു. അശോകേട്ടാ, അങ്ങനെ ജീവിതം മുഴുവൻ നമുക്ക് പ്രേമിച്ച് പ്രേമിച്ച് ജീവിക്കണം. ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. നാരായണ ഭഗവാനെ, ഈ അഭിപ്രായ സമന്വയം കണ്ടിട്ട് സത്യം പറഞ്ഞ എന്റെ ശരീരം മുഴുവൻ ഒരു ആന്തോളനം. സത്യം പൊന്നമ്മ ചേച്ചി, ഇത് വേണം കണ്ടു പഠിക്കാൻ. സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നത് നന്നായി. ആഹാ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരിക്കലും പറഞ്ഞു വലുതാക്കാൻ പാടില്ല. ഭർത്താവ് പറയുന്നത് ഭാര്യ അംഗീകരിക്കണം, ഭാര്യ പറയുന്നത് ഭർത്താവ് അംഗീകരിക്കണം. അതിന്റെ പ്രാധാന്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അശോകേട്ടാ, എനിക്ക് ഒരു ന്യായം കേക്കട്ടെ. എനിക്ക് ഇന്നെ വീട്ടിൽ പോകാൻ പോയേ പറ്റൂ. ഓക്കെയോ? പക്ഷെ എന്റെ അനുവാദമുള്ള വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ തിരിച്ചറിയാന്ന് വിചാരിക്കണ്ട. ഈ വീടിന്റെ വാടകക്കാശേ എന്റെ അക്കൗണ്ടിൽ നിന്നാണ് എണ്ണി കൊടുക്കുന്നത്. ഓ, നിന്റെ ഒരു അക്കൗണ്ട്, നിന്റെ ദാരിദ്ര്യ തന്തയുണ്ടല്ലോ. അച്ഛനെ പറഞ്ഞ ചോദിച്ചാലുണ്ടല്ലോ. നിന്റെ അച്ഛനെ പറഞ്ഞ നീ എന്ത് ചെയ്യും? അത് പിന്നെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനെ പോലെയല്ലേ? സ്വന്തം അച്ഛനേക്കാൾ വലിയ സ്ഥാനമല്ലേ അമ്മായിയപ്പന്? അശോകേട്ടനെ പോലെ മരുമോനെ കിട്ടാന്ന് വെച്ചാ ഏതൊരച്ഛന്റെ സ്വപ്ന അതെ അതെ അതെ. സാഫല്യല്ലേ? തങ്കപ്പനാ എന്ത് പുറത്തിറങ്ങിക്കുന്നു? അതെ, നിങ്ങളുടെ അഭിപ്രായ സമന്വയം കണ്ടിട്ടും തങ്കപ്പന് മതി വരുന്നില്ല. നേരിട്ട് കണ്ട് പഠിച്ചാലേ തങ്കപ്പന് പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. അതെ, നിങ്ങളുടെ സ്നേഹം എനിക്ക് നേരിട്ട് കാണണം. വെറുതെ പുറത്ത് നിൽക്കണ്ട, ഉള്ളി പോയിരുന്നോളൂ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഉള്ളിലോട്ട് പോവാം. എന്നാ ഉള്ളിൽ പോയിരിക്കാം. വന്നേ അശോകേട്ടാ, വാ. ദേ, ഇനി 1 മണിക്കൂർ അതിനുള്ളൊരു തീരുമാനം എടുക്കണം.
അവൻ താഴെ തീരുമാനം എടുത്തു. 5 പവന്റെ വള തന്നെ ഞാൻ വാങ്ങിത്തരും. അതിന്ന് ഞാൻ പിന്മാറില്ല. ഇല്ല അശോകേട്ടാ, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് 2 പവന്റെ വളം മതി. ഏറ്റു. എന്തൊരു അഭിപ്രായ സമന്വയം. കണ്ടോ, നാട് മൊത്തം ഇതിനെ അറിയും. എന്റെ ഇമേജ് പോവും. അപ്പൊ എന്റെ ഇമേജോ? അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അല്ലേ? അവര് പറഞ്ഞത് എത്ര ശരിയാണ്. കപട ഇമേജുകളുടെ കാലമാണിത്. നാട്ടുകാരെ കാണിക്കാൻ ഒരു മുഖം, നമ്മുടേതായ മറ്റൊരു മുഖം. ആദ്യം പറഞ്ഞ മുഖം കൊണ്ട് നാട്ടുകാർ കൈയടിക്കും, ജയ് വിളിക്കും, പൂജിക്കും, അവാർഡ് തരും. പക്ഷേ യഥാർത്ഥ മുഖം വീട്ടിലുള്ളവർക്കേ അറിയൂ. അതുകൊണ്ടായിരിക്കും പറയാറ്, ഒരു മഹാനും സ്വന്തം വീട്ടിൽ വില കിട്ടില്ല എന്ന്. ക്ഷമിക്കണം. ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ? ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അല്ല, മറിച്ച ഭർത്താവ് ഭാര്യയെ കൂടുതൽ അറിയേണ്ടത്. ഞാനിതാ വീണ്ടും പറയുന്നു, എന്റെ അനുവാദമില്ലാതെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നിന്റെ അച്ഛനും അമ്മയും വേണമെങ്കിൽ നിന്നെ ഇവിടെ ഒന്ന് കാണണം. അശോകേട്ടൻ, മക്കൾ അങ്ങോട്ട് ചെന്ന് അച്ഛനന്മാരെ കാണേണ്ടത്. ഞാൻ പോവും, അങ്ങോട്ട് പോയി തന്നെ കാണും. ഭർത്താവ് പറഞ്ഞ ഭാര്യ അനുസരിക്കണം. അതെ, ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക ഭർത്താവിന്റെ കടമയാണ്. പൊന്നു, എന്തോ ഇവിടെ അശോകനുമായി എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ വേണം നമുക്കും ഇനി കഴിയാൻ. അതെ, അവരെ നമുക്ക് അനുകരിക്കണം. അശോടാ, മൈക്കിനെ പോകാൻ അനുവദിച്ചോ? ഇങ്ങോട്ടോ, നോക്ക്, ഇവനെ നീ തള്ളിയതേ എന്നെ തള്ളുന്നതിന് തുല്യമാ. ഞാൻ വീണ്ടും ശബ്ദം ചെയ്യുന്നു, നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അടുത്ത നിമിഷം നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടും. അയ്യടാ, അതിനടുത്ത ദിവസേ തിരിച്ച് അങ്ങോട്ട് ഒരു നോട്ടീസ് വരും. അയച്ചു നോക്ക്. കോളനി വാർഷികത്തിന് വേണ്ടി ഒരു നാടകം പ്രാക്ടീസ് ചെയ്യാൻ. മതി 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 മതി. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ആക്ടേഴ്സ്, നിങ്ങൾ 3 പേരും നല്ല അഭിനേതാക്കളാണ്. പാടി നമുക്ക് പോകാം. തങ്കപ്പ, ഞങ്ങൾ ശരിക്കും വഴക്കുണ്ടാക്കിയെന്നാണോ തങ്കപ്പ വിചാരിച്ചത്? ഇതൊക്കെ ചുമ്മാ നമ്പറില്ലേ? ഇതുപോലെ ഒരുപാട് നമ്പറുകൾ അവരുടെ കയ്യിലുണ്ട്. അതെ അതെ, നാട്ടിൽ കാണുന്ന മാതൃകാ കുടുംബങ്ങളുടെ ഒരു പുതിയ പതിപ്പാണ് നിങ്ങളും ഞങ്ങളും ഇപ്പോൾ കണ്ടത്. അകത്തൊന്നും പുറത്തും മറ്റൊന്നും. അവനെ ബാലപ്പെട, നിങ്ങൾ ഈ വാലിൽ തീ പിടിച്ച കണക്ക് പോകാത്ത കാര്യം എന്തെന്ന് വെച്ചാ പറ. എന്നാലേ അവൻ എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ല. ആര്? വഞ്ചകൻ, ദ്രോഹി. നിങ്ങൾ ആരെയോ കുറിച്ച് വഞ്ചകൻ, ദ്രോഹി, ചതിയൻ എന്നൊക്കെ പറയുന്നതല്ലാതെ ആളാരാണെന്ന് പറയുന്നില്ലല്ലോ. ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോ ഞാനത് ചെയ്തു എന്നല്ലാതെ അവനെന്നെ. അയ്യോ അണ്ണ, ആരെന്ന് പറ. എടാ, അവൻ എന്നെ ഉണ്ടല്ലോ ചീറ്റ് ചെയ്യായിരുന്നു എന്നെ. ഓ, ചീറ്റുകയായിരുന്നു. അപ്പൊ നിങ്ങൾ മൂർഖനെ കുറിച്ചാണ് പറയണതല്ലേ? നിന്റെ അല്ല, നീ പറഞ്ഞ ശരിയാ. അവൻ മൂർഖൻ തന്നെയാണ്. തല മുതൽ വാല് വരെ വിഷമുള്ള ഒരു മൂർഖൻ. ദാണ്ടാ, ഞാൻ ഇനി വല്ലതും ചെയ്യും കേട്ടാ. നിങ്ങൾ ആരാണെന്ന് വെച്ച് പറയുക. തങ്കപ്പൻ എന്റെ പെങ്ങടെ കഴുത്തേ കിടന്ന മാലയാണ്. അവൻ മാല പൊട്ടിച്ചോണ്ട് പോയാ? പൊട്ടിച്ചോണ്ട് പോയെങ്കിൽ പുല്ല് പോട്ടെന്ന് വിചാരിക്കാം. ഇത് 2-2.5 മാസമായിരുന്നു പണയം വെച്ചിട്ട്. ഒരാഴ്ചക്കുള്ളിൽ എടുത്തു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. മാല കിട്ടിയിട്ടേ പോത്തോളെന്ന് പറഞ്ഞ് പെങ്ങൾ വന്ന് വീട്ടിലേക്കാണ്. അറിയോ? അല്ല, ഈ മാലയ്ക്ക് മുമ്പ് ഒരു മോതിരോ അരഞ്ഞാണോ എന്തോ നിങ്ങൾ കൊടുത്തില്ലേ? മൊരിഞ്ഞാണോ അല്ല അരിഞ്ഞാണോ. അതാരെ? അത് പെങ്ങടെ കൊച്ചിന്റെ കഴുത്തേ കിടന്നല്ല, അല്ല ഇളി കിടന്നത്. അതെടുത്ത് തരാത്ത സ്ഥിതിക്ക് മാലയും കൂടെ ഊരി കൊടുത്തത് മഹാമോശമായി പോയി. ഒന്നാമത് അവൻ പൊട്ടി പൊളിഞ്ഞ് പാളീസായി നിൽക്കാണ്. സെന്റിമെന്റ്സ് അടിച്ച് ആരായാലും കൊടുത്തു പോകും. അതാണ് തങ്കപ്പൻ. അയ്യോ, എന്ത് പറ്റി?
അശോകൻ സാറിനെ കാണാൻ പറ്റുമെന്നുള്ള അമിത പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇനി പട്ടാപ്പകലി ഞാൻ ഇനി ആരോട് പോയി ചോദിക്കും? എന്താ ഈശ്വര, ഇനി അശോകന്റെ കാശ് വല്ലതും തരാനുണ്ടോ? ഏയ് അതല്ല, എന്നാ എനിക്ക് കാര്യം എന്നോട് പറഞ്ഞോളൂ. ഒന്നുമില്ല മക്കളെ. അശോകൻ സാറിനോടായിരുന്നെങ്കിൽ എനിക്ക് ഓപ്പണായിട്ട് ചോദിക്കാമായിരുന്നു. വലിയ അഭിമാനിയല്ലേ, ആരോടും വാതോടൊന്നും ചോദിക്കൂല. ആര്? ഈ ഞാൻ തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു ക്രിട്ടിക് സ്റ്റേജിൽ ചോദിക്കാതെ പറ്റില്ലല്ലോ. അല്ല, ഈ ക്രിട്ടിക് സ്റ്റേജ് എന്ന് പറഞ്ഞ പെട്ടെന്ന് കേട്ടാത്തൊന്നും ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നടക്കുന്ന സ്ഥലമാണെന്ന്. അപ്പൊ അതല്ലേ? അതൊന്നും അല്ല, ഇതൊരു ജീവന്റെ പ്രശ്നമാണ്. 20,000 രൂപ അടച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തത്തില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്ന് ഞായറാഴ്ചയായി പോയി, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഞാൻ സംഘടിപ്പിച്ചാല്. ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നത് വിറ്റു, അല്ലെങ്കിൽ അതെങ്കിലും പണയം വെക്കാമായിരുന്നു. അല്ല, ആരാ ഹോസ്പിറ്റലില്? കുഞ്ഞിന്റെ ചേട്ടൻ. ആരാ? ചേട്ടന്റെ കുഞ്ഞ്. എന്നാലും കുഞ്ഞിന്റെ ഓപ്പറേഷന്റെ കാര്യല്ലേ? അതെ, ഞാൻ എന്തായാലും അശോകൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്ക്. വേറെ ആരോടും ഞാൻ കാശ് ചോദിക്കാറില്ല. ഹലോ, എന്ത് ബാലൻസ് ഇല്ലെന്നോ? അയ്യോ, കാശും ഇല്ല മൊബൈലിൽ വിളിക്കാൻ. കാര്യം നടക്കട്ടെ. തങ്കപ്പച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഈ വള കൊണ്ടുവന്ന് പണയം വെച്ച് കാശെടുത്തു. ആ കുഴപ്പമില്ല, അശോകൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. വേണ്ട മക്കളെ, ഇത് ഞാൻ നാളെ നേരം വെളുക്കുമ്പോ തന്നെ എന്റെ മകൾക്ക് എടുത്തു തരും. അത് കുഴപ്പമില്ല, അത്യാവശ്യം അത് നടക്കട്ടെ. അതെ, ഈ സ്വർണം പോലെ എന്നെ പരിശുദ്ധമാണ് എന്റെ മകളുടെ ഹൃദയം. 24 ക്യാരറ്റ്. അതൊന്നും കുഴപ്പമില്ല. വെളുപ്പിന് കാണാം. ശ്ശോ, പാവം മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ. മൊബൈല് സ്വിച്ച് ഓഫ് ആണ്, അവനെ കിട്ടുന്നില്ല. നമുക്ക് അവന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചാലാ? വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ എത്ര പ്രാവശ്യം അവിടെ പോയാന്നറിയാവോ? അവന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോ പുറത്തുനിന്ന് പൂട്ടിയിട്ട് അകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരിക്കും. നമുക്കൊന്ന് പോവാം. വാ. ആ, ദാണ്ട തങ്കപ്പ. എടാ തങ്കപ്പ, ഇവൻ നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് വെട്ട് കേട്ടാ. ഇനി അവനെ വിടല്ലേ? ഇപ്പൊ നോക്കണേ. തങ്കപ്പാടാ, തങ്കപ്പാടാ. അയ്യോ, തങ്കപ്പ എന്റെ കുരുവിള. കുരുവിളയല്ല, കൊരവിള. എന്തായിരുന്നാലും ഇരുവയാണ്. തങ്കപ്പ, ഞാൻ നിന്നെ തിരക്കി നടക്കുകയായിരുന്നു. എന്റെ പണയം വെക്കാൻ കൊണ്ട് പെങ്ങളെ ഉരുപ്പടിയൊക്കെ വിടറേ. തങ്കപ്പ, നീ എന്തൊരു മാടി കണക്ക് കിടന്ന് കരയുന്നു. അങ്ങോട്ട് മോങ്ങാതെ കാര്യം പറയണ. എന്റെ അച്ഛൻ മരിച്ചു. എന്ന് മുതൽ? ഇന്ന് മുതൽ. മാറിപ്പോയി. ബാലപ്പന്റെ പണയം കൊടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാലപ്പ. സഹിച്ചല്ലേ പറ്റൂ. ഓട്ടെ കള, സഹിച്ചല്ലേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ്, ഏതായാലും നീ നാട്ടിലേക്ക് പൊയ്ക്കോ. അനിയൻ വന്നിരുന്ന് കയ്യിലുള്ള എല്ലാം തപ്പിപ്പറിക്ക് അവന്റെ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി എനിക്ക് ആശുപത്രി പോണം പണിയാ. പൊന്നമ്മയ്ക്ക് ഹെർണിയായുടെ ഓപ്പറേഷൻ. ഗർഭിണിയായ? ഗർഭിണിയുടെ ഓപ്പറേഷൻ അല്ല, ഹെർണിയായുടെ ഓപ്പറേഷൻ. ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. ഇന്ന് 2:45 മാറ്റിനി ഷോയോട് കൂടി ഓപ്പറേഷൻ നടക്കും. അതിനുള്ള കാശ് കടം വാങ്ങാൻ ഒരു കടവാവലിനെ പോലെ അലയുകയാണ് ഞാൻ. അതിനുവേണ്ടി തുറക്കാത്ത വാതിലുകളില്ല, മുട്ടാത്ത ജനലുകളില്ല, വളക്കാത്ത കമ്പികളില്ല. എന്റെ ഹെർണിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്റെ പൊന്നു ജീവനോടിരിക്കില്ല.
തങ്കപ്പ എന്താടാ പോട്ട്, നീ ഇങ്ങനെ പിള്ളേരെ പോലെ കരഞ്ഞാലേ ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്നില്ല. പോട്ട് കള പോട്ട് അടങ്ങ്. സത്യം പറഞ്ഞ ബാലപ്പെണ്ണായി പണയം വെച്ച ഉരുപ്പടികൾ തിരിച്ചു ചോദിക്കാനാണ് തങ്കപ്പനെ കാണാൻ തന്നെ വന്നത്. ഇനിയിപ്പൊ നിന്റെ ഈ അവസ്ഥ വെച്ച് എങ്ങനെ ചോദിക്കും അല്ലേ? അതൊന്നും ഈ തങ്കപ്പൻ മറന്നിട്ടില്ല. അല്ല, തങ്കപ്പന് ആശുപത്രിക്കുള്ള കാശ് റെഡിയായ? ഇല്ല. ഓ ഏതായാലും അരഞ്ഞാണോ മാലയും കൂടി ഊരി തന്ന സ്ഥിതിക്ക് ഈ മോതിരവും കൂടി ഊരിത്താ. എല്ലാം കൂടി ഞാൻ ഒരുമിച്ചെടുത്ത് തരാം. കൊടു ബാലപ്പെണ്ണ. തന്താണെങ്കിൽ ദാ ചത്ത തലയ്ക്ക് മേലെ നിൽക്കണ്. പെമ്പറന്നാണെങ്കിൽ ദാ തിയേറ്ററിലല്ലേ ചാവാൻ കിടക്കണ്. എല്ലാം ഈ തങ്കപ്പ എടുത്തേരും. കൊടു രക്ഷപ്പെടട്ടെ. അതിപ്പോ ഈ അല്ല, ഒരു പുണ്യ കാര്യത്തിനല്ലേ? ഒരു ജീവൻ മരണ വേണ്ട, ഞാൻ ഊരാ. ജീവൻ മരണ പ്രശ്നം ആയതുകൊണ്ട് ഞാൻ ഇത് ഊരി തരുന്നത്. എന്റെ പഴയ പണ്ടോ പുതിയ പണ്ടോ എല്ലാം കൂടി എടുത്തു തരണം. അല്ലെങ്കിൽ നിന്റെ പണ്ട ഞാൻ തരും. അതുകൊണ്ട് നിന്റെ അച്ഛന് ജീവൻ കൊടുക്കോ. രക്ഷപ്പെടട്ടെ. പാവാണ്. ഞാൻ ഒരു ലോല ഹൃദയനാണ്. എന്താണെന്നറിയില്ല, അങ്ങ് അലിയും പെട്ടെന്ന്. നെഞ്ചത്ത് കയ്യറാ. അമ്പട വീര, ചേട്ടന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞാണോ മായയുടെ കയ്യിൽ നിന്നും വളയൂരി വാങ്ങിക്കൊണ്ടു പോയത്? ജീവൻ മരണ പ്രശ്നമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ മായ അങ്ങ് ഊരി കൊടുത്തു അല്ലേ? ഈ കോളനിയിലെ പലരുടെയും മാല, വള, മോതിരം ഇവയൊക്കെ തങ്കപ്പം വാങ്ങി പണയം വെച്ചിരിക്കുക. മായ ഇത് കണ്ടോ? അയാളെ ഒരുത്തനെ പേടിച്ചിട്ടാ ഞാനിപ്പോ സ്വർണ്ണാഭരണം ധരിക്കാത്തത്. എല്ലാം കുപ്പിവളകളാ. മായയും കുപ്പിവളകൾ ഉപയോഗിക്കുന്നതാ നല്ലത്. കൊന്നുകളയും. എന്തിന്? കുപ്പിവള ഉപയോഗിച്ചാലോ? വള ഊരി കൊടുത്തു പറഞ്ഞു. ആ പെണ്ണിന് ഇതൊന്നും അറിഞ്ഞൂടാ. ഈ തങ്കപ്പൻ ഇതിപ്പോ ഒരു ശീലമാക്കിയിരിക്കുകയാണ്. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് ആഭരണങ്ങൾ ഊരി വാങ്ങിക്കുക, കൊണ്ടുപോയി പണയം വെക്കുക. മഞ്ഞ നിറത്തിലുള്ള എന്ത് കണ്ടാലും അവൻ പണയം വെക്കാൻ ചോദിക്കും. ആ ഒരു അവസ്ഥ വരെയായി. ഈ തങ്കപ്പന് മാനസിക രോഗം വല്ലതുണ്ടോ? ഇന്നലെ വീട്ടിൽ വന്ന് എന്റെ ഒരു മാല കൂടി പണയം വെക്കാൻ ചോദിച്ചു. തങ്കപ്പൻ എന്തോ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് കണ്ട, ഇത് ഉപയോഗിച്ച് പണയം വെക്കാൻ മേടിച്ച് ഉരുപ്പടിയല്ല ഞാൻ അവന്റെ വാങ്ങിക്കും. എന്റെ സ്വഭാവം വെറും കച്ചടയാണ്. തങ്കപ്പൻ വരുന്നു. എന്തൊരായുസ് നോക്കിയേ. അവന്റെ ആയുസ് ഇന്നത്തോടുകൂടി തീരും. അയ്യോ, കൈ ആരോ നമുക്ക് മുമ്പേ അടിച്ചൊടിച്ചിരിക്കുന്നു കേട്ടാ. അതെ, നമ്മളെ കണ്ട അവൻ ചിലപ്പോ പിന്തിരിഞ്ഞോടിക്കളയും. നേരെ വരുവാ. ഒരു കാര്യം ചെയ്യാം, നമ്മളെ അവൻ കാണണ്ട. നമുക്ക് അങ്ങോട്ട് മാറി ഒളിച്ചിരിക്കാം. അവൻ ഇവിടെ എത്തുന്നതും തോക്കുമായിട്ട് എടുത്തിയാണ് വരട്ടിയാലേ കിട്ടത്തോളം. ഓടെ ചാടിക്കോ. ചാടിക്കോ, ഇങ്ങോട്ട് ചാട്. നീക്കട തങ്കപ്പ അവിടെ. എടാ തങ്കപ്പ, ഒരു രാഷ്ട്രീയക്കാരനായ ഞാൻ എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കൂടെ കൊണ്ടു നടക്കുന്ന തോക്കാണിത്. വേടി കൊണ്ട് നിന്റെ പണ്ടം പുറത്തു വരേണ്ട യാതൊള്ള കൈ ഹാരിസം. നീ കോളനിയിലുള്ള ആൾക്കാരിൽ നിന്നും ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കാനെന്ന് പറഞ്ഞോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. നിന്നെ കൊന്ന ഇവിടെ ആരും ചോദിക്കില്ല. അവന്റെ കയ്യും കാലും ഓടിച്ചാലത് അവൻ കൂളി ഗ്ലാസ് ഊരില്ല. എന്റെ കൈ നൂര് വാങ്ങിച്ചോടോ വള എനിക്ക് ഇപ്പൊ കിട്ടണം. എന്താടാ നോക്കണേ? എന്ത് എന്റെ അമ്മയാണ് തങ്കപ്പ. നീ അടുത്തോട്ട് വരുന്നത് ഒറിജിനൽ തോക്കാണ്. ഞാൻ വെടിവെക്കും. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും. നീ എന്നെ അകത്താക്കോടെ. നീ വെടിവെക്കല്ലേ? ഞാൻ വെടിവെക്കും. ഇതിനെന്ത് വില വരും? ഇതിനൊരു 10-20,000 രൂപ വില വരും. 10-20 കൃത്യം പറ. 12,000. എനിക്ക് ഒരു 10-250 രൂപ ആവശ്യം ഉണ്ടായിരുന്നു. അതിന് പണയം വെച്ച് 10-250 രൂപ കിട്ടൂലായിരിക്കും അല്ലേ? കളിപ്പാട്ടമാണ് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. ഒറിജിനൽ ആയിരുന്നോ? ഇത് പണയം വെക്കാം.